2025 നടക്കുന്ന ലോക്കൽ ബോഡി ഇലക്ഷന് വേണ്ടിയുള്ള വോട്ടർ പട്ടിക എങ്ങനെ പരിശോധിക്കാമെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷന് വേണ്ടിയൊക്കെ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള പുതിയ വോട്ടർ പട്ടിക എങ്ങനെ പരിശോധിക്കാമെന്നാണ് നോക്കുന്നത്. ഒരാളുടെ പേര് അതിലുണ്ടോ, പുതിയ പേരുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ, ആരുടെയൊക്കെ പേരുകളാണ് നീക്കം ചെയ്തിട്ടുള്ളത്, നമ്മുടെ പേര് എവിടെയാണ്, ഏത് ബൂത്തിലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണ് നോക്കുന്നത് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലേക്ക് പോവുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ ജില്ല തിരഞ്ഞെടുക്കുക. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ആലപ്പുഴ തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ലോക്കൽ ബോഡി, നമ്മുടെ പഞ്ചായത്ത് ഏതാണോ അത് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ആലപ്പുഴയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ആലപ്പുഴയിലുള്ള പഞ്ചായത്തുകളുടെയൊക്കെ ലിസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഇതിലേതാണോ നമ്മുടെ പഞ്ചായത്ത് അത് നമ്മൾ തിരഞ്ഞെടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ പാലമേൽ പഞ്ചായത്ത് തിരഞ്ഞെടുക്കുകയാണ്. അടുത്തായിട്ട് നമ്മൾ നമ്മുടെ വാർഡ് തിരഞ്ഞെടുക്കുക. ഇവിടെ ഞാൻ 14ാമത്തെ വാർഡ് തിരഞ്ഞെടുക്കുകയാണ്. അടുത്തായിട്ട് പോളിംഗ് സ്റ്റേഷൻ നമ്മൾ തിരഞ്ഞെടുക്കുക. ഇവിടെ നോക്കിയാൽ 2 പോളിംഗ് സ്റ്റേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പോളിംഗ് സ്റ്റേഷൻ തിരഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം ഈ വോട്ടേഴ്സിൻ്റെ ലിസ്റ്റ് ഏത് ലാംഗ്വേജിലാണ് വേണ്ടതെന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക. ഞാനിവിടെ മലയാളം എടുക്കുകയാണ്. അതിനുശേഷം താഴെ കാണുന്ന ക്യാപ്ച ഫില്ല് ചെയ്തുകൊണ്ട് നമുക്ക് ആ ലിസ്റ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും. ഇവിടെ സെർച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴേക്കും ആ ഒരു വാർഡിൻ്റെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള പോളിംഗ് സ്റ്റേഷനിലെ ലിസ്റ്റ് നമുക്ക് കിട്ടും. ഇതേപോലെ നമുക്ക് ലിസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. ഇതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് നോക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഗൂഗിൾ ക്രോം ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ വശത്ത് ഒരു 3 ഡോട്ട് കാണും. ആ 3 ഡോട്ടുള്ള അടുത്തേക്ക് പോവുക. അതിനുശേഷം അവിടെ ഫൈൻഡ് ഇൻ പേജ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോവുക. കമ്പ്യൂട്ടർ ആണെങ്കിൽ കൺട്രോളും Fഉം കൂടെ ക്ലിക്ക് ചെയ്താലും മതി. അതിനുശേഷം നമുക്കൊരു പേര് സെർച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞാനിവിടെ വിഷ്ണു എന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പം വിഷ്ണു എന്ന പേരുള്ളതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ സെലക്ഷൻ വരും. ക്ലിക്ക് ചെയ്തുകൊണ്ട് വിഷ്ണു എന്നുള്ള പേരുള്ളവരുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ നോക്കാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ നമുക്ക് ആരുടെ പേര് വേണമെങ്കിലും സെർച്ച് ചെയ്ത് പരിശോധിക്കാൻ വേണ്ടി സാധിക്കും. ഇനി ഈ ലിസ്റ്റിൽ നിന്നും ആരുടെയൊക്കെ പേരാണ് ഒഴിവാക്കിയിട്ടുള്ളത്, പുതിയതായിട്ട് ആരുടെയൊക്കെ പേരാണ് ആഡ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടി ഈ ലിസ്റ്റിൻ്റെ അവസാന ഭാഗത്തേക്ക് പോവുക. അപ്പോൾ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ അത് കാണിക്കും, ഒഴിവാക്കിയവരുടെ പേരുണ്ടെങ്കിൽ അത് കാണിക്കും. അതുപോലെ തന്നെ ആരുടെയെങ്കിലും പേരുകൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കാണിക്കും, കൂട്ടിച്ചേർത്തിട്ടുള്ള പേരുകളും അതും കാണിക്കും. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും.